എല്ലാ വിഷയത്തിലും നമ്മുടെ റബ്ബിന്റെ പൊരുത്തം കാംക്ഷിച്ച് ഇഖ്ലാസ് ഉണ്ടാക്കാനുള്ള പ്രവർത്തനമാണ് ഖുതുബിയത്ത്. എൻ്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നവർ യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി. അവിടുത്തെ പേര് പറഞ്ഞ് കോപ്പറാട്ടി കാണിച്ചാൽ, അവിടുത്തെ പേര് പറഞ്ഞ് തോന്നിവാസം ചെയ്താൽ അത് അടക്കാൻ അവിടത്തേക്ക് സാധിക്കുമെന്നാണ്. നല്ലവനല്ലെങ്കിൽ അവനെ നല്ല വഴിയിലേക്ക് എത്തിക്കേണ്ട മാർഗം ഏതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് മൂപ്പരെ പേര് പറഞ്ഞിട്ട് നടന്നോ പേച്ചോല എവിടെങ്കിലും ഒരു സെക്കൻഡിൽ അല്ലാഹു അവരെ ഈമാനിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അത് ഇബ്തിലാ കൊടുത്തിട്ടാണെങ്കിലും ശരി, മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഏത് വിഷയത്തിലും നമുക്ക് വേണ്ടത് ഇഹ്സാനാണ്. അതുകൊണ്ട് അന്യവൻ ആദ്യം നമ്മളെ നഫ്സിനെ നരകത്തോട് മോചിപ്പിക്കാനും പിന്നെ നമ്മളെ അഹ്ലിനെ മോചിപ്പിക്കാനും പിന്നെ നമ്മൾ ആദ്യം നാട്ടുകാരെയും നിങ്ങൾ തുടങ്ങും. പിന്നെ പോരേൽക്കും എത്തൂല. നമ്മൾക്ക് എത്തുമ്പോഴേക്കും എന്തായി ആയുസും കൈ അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. മഹാനായ ഷെയ്ഖുന മഅ്റൂർ റളിയല്ലാഹു അൻഹുവിന്റെ ഷെയ്ഖായ ഉലുമദ്ദീൻ സാഹിബ് തങ്ങൾ അവിടുത്തെ വ്യൂവേഴ്സ് എത്രയാ? ഒറ്റൊന്ന് മതി. ഷെയ്ഖുനെ പോലെ ഒന്ന് കിട്ടിയപ്പോ ലോകൊന്നാകെ മൊയ്ദീൻ സാഹിബ് തങ്ങളെ അറിയുന്ന അവസ്ഥയിലെത്തി. അവിടത്തേക്ക് മുരീദന്മാരില്ലെന്നല്ലേ പറഞ്ഞ ആവശ്യം. എന്നാൽ ഇത്രമേൽ ഒരറിയപ്പെട്ട മഹാനാണെന്ന് ആർക്കും അറിയില്ല. ഷെയ്ഖുനയുടെ മഅരിഫത്തിന്റെയും അവിടുത്തെ കറാമത്തിന്റെ വലിപ്പം കണ്ടപ്പോഴാണ് അവിടുത്തെ ഷെയ്ഖിന്റെ വലിപ്പം ലോകം തിരിച്ചറിയുന്നത്. അവരൊന്ന് നന്നായി ഒരു നോക്കി ഒറ്റ നോട്ടം അങ്ങനെ നമ്മൾ ആഞ്ഞു വിളിക്കുമ്പോ, ആവേശത്തോടെ വിളിക്കുമ്പോ ഒരു നോട്ടം നോക്കാതിരിക്കുക. 1000 വിളി വിളിക്കുമ്പോ ഒരു നോട്ടം അവിടെ നോക്കാതിരിക്കോ. ഒരു നോട്ടം മതി. രണ്ടാമതൊരു കോപത്തിന് വന്നാൽ അത്ര താഴോട്ട് പോകുന്നു. അതിൽ മനസ്സിലാക്കണം. കോടതി അലക്ഷ്യം. കോടതിന് മുമ്പ് പോയി ജഡ്ജിന് മുമ്പ് നേരെ കുർത്തക്കേട് കാണിച്ചാൽ അതിനെക്കാടി വലിയ കേസ് എടുക്കുക. ഒരു കേസിന് എന്നതാ. പിന്നെ അവിടെ കോടതി അലക്ഷ്യമാവാൻ പാടില്ല. ഒരു വിളി ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മഅരിഫത്തിന്റെ, എൻ്റെ ഇഹ്സാൻ അങ്ങേയറ്റത്തെ പടിയിലേക്ക് എത്തിക്കാനാണ്. എന്നിട്ട് പിന്നെ അത് മുറിയുന്ന പ്രവർത്തനം എന്നിലുണ്ടായാൽ അത് അതിനേക്കാൾ തായോട്ടങ്ങ് പോയി പോവും. ഉയരത്തിൽ നിന്ന് വീഴുമ്പോ ആയം കൂടും. അല്ലാഹു തആല അവിടുത്തെ സദാ നോട്ടത്തിൽ നമ്മളെ ആക്കി തരുമാറാവട്ടെ. ഗൗസുൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് സഹായം തേടി ദുആ ചെയ്യാൻ വേണ്ടിയുള്ള മജ്ലിസാണ് ഖുതുബിയത്ത്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അംബിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ അവരെ അല്ലാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് അവർ അല്ലാഹുവിനെ അങ്ങേയറ്റത്തെ ഭയപ്പെട്ട് റബ്ബിന്റെ പ്രീതിയും റബ്ബിന്റെ സാമീപ്യവും കൊതിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കാൻ വേണ്ടി മുന്നേറിയവരാണ്. അങ്ങനെ അവർ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ച് അവന്റെ വിരോധനകളെ വെടിഞ്ഞ് പരിപൂർണമായ ഇഖ്ലാസ്, ഇസ്ലാമും ഈമാനും ഇഹ്സാനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത വിശാലമായ ഹദീസ് നമ്മൾ പഠിച്ചവരാ. അപ്പൊ അല്ലാഹുവിന്റെ ഇസ്ലാം കാര്യം കൃത്യമായി നിർവഹിച്ച് ഈമാൻ ഉൾക്കൊണ്ട്, പ്രത്യേകിച്ച് ഈമാനിന്റെ അവസാനമായി നമ്മൾ എണ്ണുന്ന വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, ഇത് ഒന്നാമതായി മനുഷ്യന്റെ ഹൃദയാന്തരാളത്തിൽ സ്ഥാനം പിടിക്കേണ്ട ഒന്നാണ്. ഖൈറും ശർറും അല്ലാഹുവിൽ അർപ്പിച്ച് അത് അല്ലാഹുവിന്റെ ഖദറാണ്, ഖളാണ്. എന്നിട്ട് എന്റെ അനക്കങ്ങളും അടക്കങ്ങളും അല്ലാഹു കാണുന്നവനാണെന്ന വിചാരത്തോടെ, ബോധത്തോടുകൂടി മനുഷ്യൻ അവന്റെ ആദ്യാവസാനം ജീവിക്കുക എന്നതാണ് ഇഹ്സാൻ. മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഹ്സാൻ എന്താണ്? കഅൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ റബ്ബിനെ കാണുന്നില്ലെങ്കിലും ഭൂമിയിൽ വെച്ച് നിനക്ക് റബ്ബിനെ കാണാൻ അവസരമില്ല. എന്നാൽ നിന്റെ റബ്ബ്, നിന്റെ രക്ഷിതാവ് സദാ നിന്റെ അനക്കങ്ങളും അടക്കങ്ങളും റബ്ബ് കാണുകയാണ് എന്ന ബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഈ അവസ്ഥ നിലനിർത്താൻ വേണ്ടിയുള്ള സഹായങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാം കാര്യം ചെയ്യുമ്പോൾ 100% മനസ്സാന്നിധ്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ
ഈമാനികമായിരിക്കുന്ന വിഷയത്തെ, വിശ്വാസങ്ങളെ ദൃഢീകരിക്കാൻ ആവശ്യമായിരിക്കുന്ന സഹായമായ പ്രവർത്തനങ്ങൾ മനുഷ്യൻ ചെയ്യുക. അതിനാണ് റാത്തീബുകളും പതിവായ ചില കാര്യങ്ങളെ കൊണ്ട് റിയാദകൾ എന്ന് പറയും. അത് മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തി അലസതയില്ലാതെ ദുർചിന്തയില്ലാതെ അവന്റെ ഇബാദത്തിൽ റബ്ബിൽ അവന്റെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിയുക. ഇത് എത്ര മഹത്തായ സംഗതിയാണ്. അത് നേടിയെടുത്തു മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. വലിയ സമ്പത്തിന്റെ ഉടമയാണ്, അങ്ങേയറ്റത്തെ മഹത്വത്തിന്റെ ഉടമയാണ്, എത്രയോ സന്താനങ്ങൾ അല്ലാഹു നൽകിയ മഹാനാണ്, ലക്ഷക്കണക്കിന് ആളുകൾ അനുയായികളെ നൽകിയ മഹാനാണ്. അതൊന്നും അവിടുത്തെ ഇഹ്സാനിന് കോട്ടം പറ്റിയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വലിയ സഹായം മുഅ്മിനീങ്ങൾക്ക് ചെയ്യാൻ അല്ലാഹു കഴിവടുത്തേക്ക് കൊടുത്തു. എന്നെ ഏത് വിഷയത്തിൽ, ഭൗതികമായ വിഷയത്തിൽ അവർ സഹായം തേടിയാലും അവരെ ഈമാൻ നിലനിർത്താൻ വേണ്ടി. അപ്പൊ യാ ഗൗസൽ ആദമി മുഹിയുദ്ദീൻ മടൂർ വിളിക്കും. ഒരിക്കൽ സിബി ഉസ്താദിനോട് ചോദിച്ചു, അതെന്താണ് അവിടെ ഏറാബ് നോക്കുമ്പോ ഏറ്റവും ആദമിന്റെ ഗൗസനായി പോവില്ലേ എന്ന് ഉസ്താദ് ചോടോ, നിന്റെ ഏറ്റവും ആദമായ കാര്യം ഏതാണ്? യാ ഗൗസുൽ ആദം എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് മുബ്തദി ഖബറൊക്കെ ആക്കി പറയാം. എന്നാൽ മറ്റത് ഇലാഫത്ത് വരുമ്പോ ആദമിന്റെ ഗൗസായി പോലെ നീ പിന്നെ എന്ത് ആദമിനാണോ ഗൗസുൽ ആദം ഞങ്ങൾ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവിടെ എന്നിട്ട് മഹത്തുക്കൾ ഒരു ഇബാറത്തും കാണിച്ചു തന്നു. നീ അവിടെ റഫ്ഉം നസ്ബും അത് നോക്കണ്ട എന്നല്ല ആലിമീങ്ങൾ പഴയ കാലത്തുള്ള മൗലിദും കുത്തുബിയത്തും ചൊല്ലുമ്പോൾ പ്രത്യേകിച്ച് കോയറ്റ് മുസ്ലിയാരൊക്കെ അവസ്ഥ, അവിടുത്തെ മക്കളും ഇരുന്ന് മൗലിദ് ഓതുമ്പോൾ ഏറാബും ആ മൗലിദ് എന്തായി മാറും, ഒരു ബഹ്സ മുബാഹസയായി തെദ്രീബായി ഒരു വലിയ തർക്കീബിന്റെതായി ആ കൂട്ടത്തിൽ അതിന്റെ ആയത്തിലേക്ക് എത്തിക്കലും അങ്ങനെയായിരുന്നു. അത് വേണ്ടെന്നാൽ അതേ മറിച്ച് ആ മൗലിദ് മനസാന്നിധ്യത്തെ ഓടുന്ന സമയത്ത് അവിടെ ഏറാബിൽ തപ്പിയിട്ട് ലിമലം യർഫഅ ഖൽബക ഇലല്ലാഹ്, അവിടെ നീ ഏറാബ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിന്റെ കൽബിലേക്ക് റഫ്ആയാത്ത ഒരു അവസ്ഥ വന്നാൽ നിന്റെ ഏറാബിന് എന്ത് കാര്യമാണുള്ളത്? അതേ സമയത്ത് ഒരു സാധാരണക്കാര മനുഷ്യന് അവരെ ഏറാബ് പഠിക്കേണ്ടെന്നല്ല, ഒരു ആ ചെല്ലുന്ന കൂട്ടത്തിൽ അവന്റെ ചില പിഴവുകളും അല്ലാഹു തആല അങ്ങ് പുറത്തു തരും. എന്നാൽ അവിടെ റഫ്ഉൽ ഖൽബ്, അല്ലാഹുവിലേക്ക് ഉയരാത്ത റഫിന് അവിടെ സ്ഥാനമില്ല. ലിമലം യൻസിബ ഖൽബക ഇലല്ലാഹ്, ഞാൻ നസ്ബ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്റെ ഖൽബ് അല്ലാഹുവിലേക്ക് നസ്ബായില്ലല്ലോ. ഇങ്ങനെ എല്ലാ വിഷയത്തിലും നമ്മുടെ റബ്ബിന്റെ പൊരുത്തം കാംക്ഷിച്ച് ഇഖ്ലാസ് ഉണ്ടാക്കാനുള്ള പ്രവർത്തനമാണ് കുത്തുബിയത്ത്. ഒരാൾ കുത്തുബിയത്തെല്ലാം തുടങ്ങി ഇനി പോരേലും നടത്തട്ടെ എന്നായി 10 ആള് വന്ന് നല്ലൊരു ആലിമായിരുന്നു. പിന്നെ മൂല്യാർ അതെല്ലാം കൂടി ഉഷാറായി കുമ്പർ അത് നിർത്തിവെച്ച് അക്കാരണത്താൽ ഒരു 10 മുത്തല്ലിമകളില്ലാത്ത അവസ്ഥ വന്നാൽ അൽഇയാദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ഒരു നല്ല ദിവസമൊക്കെ അടുത്ത് മൂല്യാർ സ്ഥാപനം തുടങ്ങിയ നടത്താൻ വേണ്ടി അതിന് പിരിവ് നടന്നിട്ട് ആ ആലിമിന്റെ വലിയ എൽമ കുട്ടിയൊക്കെ കിട്ടാണ്ടായി പോയി. അത് ഒത്താശകൾ ചെയ്തു കൊടുക്കേണ്ട ആളുകൾ മറ്റാട് ചെയ്യാത്ത നല്ലൊരു ആലിം മൂപ്പർ അതെല്ലാം കൂടി ഇന്ന് പിരിവ് നടന്നിട്ട് അവസാനം അയൽമ സമൂഹത്തിന് കിട്ടിയില്ല. എന്ത് കാര്യം? ഇങ്ങനെ ഓരോരോ വിഷയത്തിലും ഏത് വിഷയത്തിലും ഇഖ്ലാസാണ് വേണ്ടത്. അവിടെ കുറെ കോപ്പരാട്ടികളല്ല, അല്ലാഹു അതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാൻ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് വലിയ ദർസും കിതാബും നിർത്തിവെച്ച് സമൂഹത്തിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ അതിനേക്കാൾ വലിയതുണ്ടാക്കാൻ കഴിയുമെന്ന ബോധത്തിലേക്ക് എത്തിയപ്പോഴാണ് മഹാനായ ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അങ്ങേയറ്റത്തെ തഹഖീഖിന്റെ ഉടമയാണ്, വലിയ ഇൽമിന്റെ ഫൈദാനുള്ളവരാണ്. പക്ഷേ 10, 70 അതിൽ കൂടുതൽ വലിയ ദർസ് വിട്ടേച്ച് അങ്ങ് കാടിലേക്ക് ഇറങ്ങിയത് സമ്പാദ്യത്തിന് വേണ്ടിയല്ല. അതേ സമയത്ത് 1000 കണക്കിന് ആലിമീങ്ങൾക്ക് അവരുടെ ഇഹ്സാനിൽ എന്നെ കൊണ്ട് സഹായിക്കാൻ കഴിയും. അങ്ങനെ ഇഖ്ലാസുള്ള വളരെയധികം പ്രപഞ്ച ത്യാഗികളായ ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുക്കാൻ അവിടുത്തെ സുഹബത്ത് കൊണ്ട് സാധിക്കുമെന്ന തിരിച്ചറിവിലേക്ക് എത്തിയപ്പോ അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് സമ്മതം കൊടുത്തത്. അപ്പോഴിറങ്ങി അതുവരെ കൃത്യമായി പഠിച്ചു, കൃത്യമായി ദർസും നടത്തി. പിന്നെ വേണ്ട ഘട്ടെത്തിയപ്പോ അങ്ങനെ എത്താണ്ട് നമ്മളെന്നെ ഞാൻ എത്തിന്ന് കൽപ്പിച്ചാണ്ട് ഇറങ്ങിയ
അത് ഈ ബഹറിൽ മുങ്ങി തീമാനം കിട്ടാതെ മൗത്ത് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ ഒരു മനുഷ്യന്റെ ഇഹ്സാൻ അറക്കാൻ നമുക്ക് എവിടെയാണ് അവകാശം? ഓരോരുത്തരുടെ ഇഹ്സാൻ അയാളെ ഖൽബും റബ്ബുമായുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ എന്റെ ഈ ഇഹ്സാൻ എന്തെങ്കിലും ഒരു അമിതമായ ഒരു പുരോഗതി, എന്തെങ്കിലും ഒരു സിയാത്ത് കിട്ടാതെ ഞാൻ ഇവിടെ ഒന്ന് നേതൃത്വത്തിൽ വലിയ ദ്വാരന്ന് പോയിട്ട് എനിക്ക് എന്ത് നേട്ടമുണ്ടാകും? ഇത് തിരിച്ചറിയാൻ വായ കൊണ്ട് പറയാൻ എളുപ്പമാണ്. അള്ളാഹു അങ്ങനത്തെ ഇഖ്ലാസ് ഈ സദസ്സിൽ മഹാനവറുകളെ ഹുദൂർ നമുക്ക് നൽകുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് അവിടെ ഇഹ്സാൻ രൂഢമൂലമാക്കാനാണ് ഈ സദസ്സോടെ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ അവരെ ഭൗതികമായ വിഷയങ്ങൾ പ്രയാസപ്പെട്ടാൽ വലിയ തവക്കുലിത്ത സാധുക്കളായ നമ്മളെപ്പോലത്തെ ആൾക്കാർ വലിയ രോഗം വന്ന് കടവും വന്നാൽ ഉള്ള നിസ്കാരം ഇല്ലാതായി പോവും. അതേ വെച്ച് ഒരു സ്വാലിഹായ മനുഷ്യന്റെ പ്രയാസം പദ്യ നിൽക്കാറിരിക്കും. കാരണം എന്തിന്? ഓന് റബ്ബിൽ തവക്കുലിന്റെ കോലമറിയാം. അപ്പൊ അവിടെ അവർക്ക് ഭൗതികമായ വിജയമുണ്ടാവണം. അങ്ങനെ സാമ്പത്തിക, ശാരീരിക, മാനസികമായ വിഷയങ്ങളിൽ ഫറജ് കിട്ടൽ, അതിൽ തുറസ് കിട്ടൽ എന്തിനു വേണ്ടിയാണ്? അവന്റെ ഇഹ്സാൻ നന്നാവുക, ഇഖ്ലാസ് ഉണ്ടാന. തോന പൈസ ഉണ്ടാവുള്ള ഇഹ്സാൻ പോവല്ല വേണ്ടിയത്. അന്നേരം കയറുന്ന ചെയ്ത്താനുണ്ട്. അതെടുത്ത് കാത്ത് മഹാനവുവിന്റെ വലിയ സമ്പത്ത് കടൽ നശിച്ചപ്പോ ആ വാർത്ത വന്ന് പറഞ്ഞപ്പോ ഒന്നിങ്ങനെ താഴത്ത് നോക്കി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആഗതൻ തന്നെ വന്നിട്ട് പറഞ്ഞു, ഇല്ല അത് പോയിട്ടൊന്നുമില്ല, ഇത് മറ്റുള്ളവർ കേൾക്കുന്നില്ല, അൽഹംദുലില്ലാഹ് കപ്പൽ സുരക്ഷിതമായി അവിടുത്തെ സമ്പത്ത് രക്ഷപ്പെട്ടു. അപ്പോഴും താഴോട്ട് നോക്കി അൽഹംദുലില്ലാഹ്. അപ്പൊ അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്റെ കൽബിന് ഒരു മാറ്റവും വന്നില്ല. അത് വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, തിരിച്ചു കിട്ടി അൽഹംദുലില്ലാഹ്, അത് അൽഹംദുലില്ലാഹ്. അപ്പോഴും എന്റെ കൽബിന് അതുകൊണ്ട് പ്രത്യേകമായി ഒന്നും ഉണ്ടായില്ല. എന്റെ ഇൽമു കൊണ്ട് എന്റെ കൽബിലേക്കും റബ്ബിനും വലിയ അടുപ്പമല്ലാതെ എനിക്ക് അതുകൊണ്ട് പ്രത്യേകമായ ഒന്നും ഉണ്ടായില്ല. നൂറുകണക്കിന് മുത്താലിമീങ്ങളായ വലിയ ആലിമീങ്ങളായ ശിഷ്യന്മാരെ കിട്ടിയപ്പോ എന്റെ ഇഹ്സാൻ കൂടിയതല്ലാതെ കുറഞ്ഞില്ല. നൂറുകണക്കിന് ആളുകൾ വിളിച്ച് കുത്തുബിയത്ത് നടത്തിയവന്റെ ഇഹ്സാൻ കൂടിയതല്ല, കുറഞ്ഞില്ല. ഇതിനു വേണ്ടിയാണ്. ഇത് തൊള്ളോണ്ട് പറയാൻ എളുപ്പമാണ്. അല്ലാഹു തആല കൽബിൽ നിറച്ചു തരട്ടെ. അതിന് ഈ മഹാന്മാരെ സഹായം വേണം. എന്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നവർ. യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി. അവിടുത്തെ പേര് പറഞ്ഞ് കോപ്പറാട്ടി കാണിച്ചാൽ, അവിടുത്തെ പേര് പറഞ്ഞ് തോന്നിവാസം ചെയ്താൽ അത് അടക്കാൻ അവിടത്തേക്ക് സാധിക്കുമെന്നാണ്. നല്ലവനല്ലെങ്കിൽ അവനെ നല്ല വഴിയിലേക്ക് എത്തിക്കേണ്ട മാർഗം ഏതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് മൂപ്പരെ പേര് പറഞ്ഞിട്ട് നടന്നോ പേച്ചോല എവിടെങ്കിലും ഒരു സെക്കൻഡിൽ അല്ലാഹു അവരെ ഈമാനിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അത് ഇബ്തിലാഹ് കൊടുത്തിട്ടാണെങ്കിലും ശരി, മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഓരോന്നിനും. അതുകൊണ്ട് മഹാന്മാരെ സ്നേഹിക്കുന്നത് സൽസബീലൻ സാറഫി സയ്യിദുസ് സാദാതി സിർ സൽസബീലൻ തുസ്ഖഫിൽ ഹാലാതി കസിൽസാലിസ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സൽസബീലിൽ സച്ചരിത വഴിയിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ പിൻപറ്റി നടക്കുമ്പോൾ സാറഫിഹി സയ്യിദുസ് സാദാത്ത്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ നേതാക്കൾ മുഴുവനും അവർ മഹത്തുക്കളെ ഈ മാസം ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു നമ്മൾ സ്മരിക്കുന്നുവെങ്കിൽ ഉഹിബ്ബുസ് സാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അന്നനാല ബിഹിം ശഫാഅ. ഒരു കറാഹത്ത് ജീവിതത്തിൽ ചെയ്തിട്ടില്ലാതെ മഹാനവറുകൾ നിന്റെ സ്വാലിഹീങ്ങളെ സച്ചരിതരെ വല്ലാതെ മഹബത്ത്, ഞാൻ അതിൽ പെട്ടവരൊന്നുമല്ല. അവിടുത്തെ ഇഹ്സാനിന്റെ തൂക്കമാണ് സഹോദരങ്ങളെ. എത്ര വലിയ മഹാനവറുകൾ. എന്നിട്ട് ആ സൽസബീൽ നീ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ തുസ്ഖഫിൽ ഹാലാത്തി, ആ അവസ്ഥയിൽ നിനക്ക് കുടിപ്പിക്കടും സൽസബീലൻ, അവരിനൊരു പ്രത്യേകമായ സന്മാർഗത്തിന്റെ പാനീയം. അത് കിട്ടാൻ നമ്മൾ ശൈഖുൽ ഹദ്റത്തിൽ വരുന്നു. അവിടുത്തെ പാനീയം കുടിച്ച് എത്ര ദുഷ്ടരായ ആളുകളാണ്, എത്ര അക്രമികളാണ് ഇഹ്സാനിലേക്ക് കടന്നു വന്ന ആളുകൾ, എത്രയോ പാപികളായ ആളുകൾ അവർ അല്ലാഹുവിന്റെ വഴിയിൽ നടന്നവരായി. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഹിദായത്തിന് വഴി അല്ലാഹു കൊടുത്തപ്പോ ആ മഹാനവറുകളുടെ സ്നേഹിക്കുന്ന ആളുകൾ ധാരാളം അധികരിച്ചു. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ വ്യൂവേഴ്സ് ആരും കണ്ടിരുന്നില്ല. ഷെയ്ഖുനയുടെ വ്യൂവേഴ്സിന് ആരാ കണ്ടത്? കണ്ടവർ കണ്ടുപോയി, അവിടുത്തെ ദർശിച്ചു പോയി. അവിടുന്ന് പോയ ആളുകൾക്ക് ഒരു നോക്ക് കണ്ട ആളുകൾ എന്നും അവിടുത്തെ ആളുമായി. എന്നാ ഷെയ്ഖുന വരുന്നവരെ എണ്ണം നോക്കിയിട്ട് അവിടെ എന്തായില്ല, ഇനി ആള്
കുറച്ച് ആള് കുറഞ്ഞപ്പോ നിർത്തിവെച്ചിട്ടില്ല. കുറെ ആളെ കണ്ടുകൊണ്ട് പ്രത്യേകമായി ഒന്നും ഉണ്ടായില്ല. അവിടെ എന്റെ റബ്ബൻ എന്ന് കാണുന്നുണ്ട്. അല്ലാതെ 100 ആള് കണ്ടിട്ട് എന്റെ ഹൃദയം കാണുന്ന റബ്ബ്, അതിൽ വരുന്ന ചലനങ്ങളും വ്യത്യാസങ്ങളും അറിയുന്നവരാണ്. അതുകൊണ്ട് ഏത് വിഷയത്തിലും നമുക്ക് വേണ്ടത് ഇഹ്സാനാണ്. അതുകൊണ്ട് അന്യവൻ ആദ്യം നമ്മളെ നഫ്സിനെ നരകത്തോട് മോചിപ്പിക്കാനും പിന്നെ നമ്മളെ അഹ്ലിനെ മോചിപ്പിക്കാനും പിന്നെ നമ്മൾ ആദ്യം നാട്ടുകാരെ നിന്ന് തുടങ്ങും. പിന്നെ പോരേൽക്കും എത്തൂല. നമ്മൾക്ക് എത്തുമ്പോഴേക്കും എന്തായി ആയുസും കഴിഞ്ഞ് അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് ഒരു മനുഷ്യൻ എന്തോന്ന് പറഞ്ഞയക്കും, അയാളെ പോരേറ്റം. പിന്നെ അയിമല് 150 ആൾ ചർച്ച ചെയ്ത് അയാൾക്ക് കുറെ അമല് കിട്ടി. സാധുക്കള് അവരെത്ര സമയങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നന്മയുടെ വഴിയിൽ നമ്മൾ ആദ്യം ഒരു മാതൃകയാവാൻ ശ്രമിക്കുമ്പോൾ ഒരു വ്യൂവേഴ്സ് ഇല്ലെങ്കിലും മഹാനായ ശൈഖുനാ മടൂർ റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖായ മുലുമദ്ദീൻ സാഹിബ് തങ്ങൾ അവിടുത്തെ വ്യൂവേഴ്സ് എത്രയാ? ഒറ്റൊന്ന് മതി. ഷെയ്ഖിനെ പോലെ ഒന്ന് കിട്ടിയപ്പോ ലോകമൊന്നാകും ഈ സാഹിബ് തങ്ങളെ അറിയുന്ന അവസ്ഥയിലെത്തി. അവിടത്തേക്ക് വലിയന്മാരില്ലെന്നല്ലേ പറഞ്ഞ ആവശ്യം. എന്നാൽ ഇത്രമേൽ ഒരു അറിയപ്പെട്ട മഹാനാണെന്ന് ആർക്കും അറിയില്ല. ഷെയ്ഖുനയുടെ മാരിഫത്തിന്റെയും അവിടുത്തെ കറാമത്തിന്റെ വലിപ്പം കണ്ടപ്പോഴാണ് അവിടുത്തെ ഷെയ്ഖിന്റെ വലിപ്പം ലോകം തിരിച്ചറിയുന്നത്. അങ്ങനെ നമ്മളെ തിരിച്ചറിയാൻ മഹാനായ അവന്റെ ഒറ്റ വാക്കുകൂടി പറഞ്ഞാൽ നീട്ടുകയല്ല. ഇത് മൈനുന്നൂറിന് മജ്‌ലിസ് കൂടി ആയതുകൊണ്ട് 2 വാക്ക് കുതുബിയത്തിന്റെ ഇടയിൽ പറഞ്ഞെന്ന് മാത്രം. അവിടുത്തെ ഫുതൂഹുൽ ഗൈബ് ഒന്ന് പാരായണം ചെയ്താൽ നിന്റെ ദറജ നീ കണക്കാക്കുന്ന ഒരു കാലം വന്നാൽ അള്ളാഹു നിന്നെ പരീക്ഷ കൊടുക്കും. ഇബ്നു സഖയുടെ അവസ്ഥ എനിക്ക് വരും. ഞാനിപ്പോ ഈ ദറജയിൽ വേണം ഞാൻ തീരുമാനിക്കാം. റബ്ബിന് ദറജ തരാനും അവനെ നോക്കാനും അല്ല. എന്താണ് ഞാനൊരു മജ്‌ലിസ് കാണുന്നത്, എന്താ ഈ ബഹമാരൊന്നും കൊണ്ട് എണീക്കാത്തത്, എന്താ അവർക്കൊന്നും ചന്തികെട്ട് പൊന്താത്തത് എനിക്ക് തോന്നിപ്പോയാൽ എന്റെ ഖദർ നിശ്ചയിക്കലായി അത് എന്നെ കുറിച്ച് ആണെന്ന് മനസ്സിലായിക്കോളി. ഓരോരുത്തരും ഇപ്പോൾ അള്ളാഹു തന്ന എന്റെ ഖദറിനെ കുറിച്ച് വ്യാകുലപ്പെടാതെ വേദനയില്ലാതെ ആ ദറജ നമ്മൾ കണക്കാക്കുക. അക്കോലത്തിൽ സമൂഹത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിലോ പിന്നെ അവിടെ ചണ്ട കൂടുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതൊന്നും ശൈഖുനയുടെ ബലീദന്മാരായ നമുക്ക് യോജിച്ചതല്ല. അള്ളാഹു തആല അവിടുത്തെ മഹബത്ത് വെച്ച് ഈ ദീനിന് സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടുത്തെ കരുത്തുകൊണ്ടും അവിടുത്തെ അങ്ങേയറ്റത്തോലെ നേതൃത്വം കൊണ്ടും ഈ സുന്നത്തി ജമാഅത്തിന് വലിയ നേട്ടങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ കൂടെ നമ്മുടെ ആഗ്രഹം അവിടുത്തെ കൂടെ അവിടുത്തെ മശായിഖന്മാരോട് കൂടെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ റബ്ബിന്റെ ലിഖാഇന് ഒരു അവസരം കിട്ടണം. അത് തടയപ്പെടുന്ന എന്ത് ഖദൂറാത്തുൽ ബശരിയത്ത് മാനുഷികമായ ചാബല്യങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ, നമ്മുടെ അഹ്ബാബികളുണ്ടെങ്കിൽ അള്ളാഹു മാഫ് നൽകി. ഈ സദസ് കൊണ്ട് നമ്മുടെ ഈമാൻ ഇത്രയും ഏത് വയസ്സ്, എന്റെ വയസ്സ് ഏകദേശം പറയുമ്പോ നീ പറയണ്ട, വാപ്പ പോയടത്തൊക്കെ പോവുകയാണെങ്കിൽ 5-8 വയസ്സേ കാത്തിക്കാൻ പറ്റുള്ളൂ. സ്വന്തം വാപ്പ ആയും നോക്കി കാൽ വെക്കണം നമ്മൾ എപ്പോഴും പറയും. അത് കടലിലേക്ക് ഇറങ്ങാനും പുഴയിലിറങ്ങാൻ മാത്രമല്ല, എന്റെ പിതാവ് പോയ വയസ്സിനെ കുറിച്ച് ആലോചിക്കുക. അതിനേക്കാൾ ആയുസ് ഉണ്ടായേക്കാം, പക്ഷെ അതിൽ കൊതിക്കുന്നവൻ എത്ര വിഡ്ഢിയാണ്. അപ്പൊ വാപ്പ പോയ വയസ്സൊന്നും കണക്കൂട്ടിയാൽ അധികമൊന്നും ഉണ്ടാവൂല. ആ സമയത്തേക്ക് നമ്മൾ എന്തെത്തിപ്പെടണം, എന്തെങ്കിലുമൊക്കെ ആയി തീരണം. അതുകൊണ്ട് ആ മഹാന്മാരുടെ കൂടെ നമുക്ക് സ്വർഗം കിട്ടുന്ന ആഗ്രഹത്തിൽ അള്ളാഹു ഈ സദസ് നമ്മളിൽ നിന്ന് എന്തൊക്കെ പോരായ്മകൾ ഈ വയസ്സിന്റെ അടുക്ക് വന്നുപോയോ അതൊക്കെ അവരൊന്ന് നന്നായി ഒരു നോക്കി ഒറ്റ നോട്ടം അങ്ങനെ നമ്മൾ ആഞ്ഞു വിളിക്കുമ്പോൾ, ആവേശത്തോടെ വിളിക്കുമ്പോൾ ഒരു നോട്ടം നോൽക്കാതിരിക്കുക. 1000 വിളി വിളിക്കുമ്പോൾ ഒരു നോട്ടം അവിടെ നോക്കാതിരിക്കോ. ഒരു നോട്ടം മതി. രണ്ടാമതൊരു കോപത്തിന് വന്നാൽ അത്ര താഴോട്ട് പോകുന്നു. അതിൽ മനസ്സിലാക്കണം, കോടതി അലക്ഷ്യം. കോടതിന് മുമ്പ് പോയി ജഡ്ജിന് മുമ്പ് നേരെ കുർത്തക്കേട് കാണിച്ചാൽ അതിനെക്കാടി വലിയ കേസ് എടുക്കുക. ഒരു കേസിന് എന്നതാ. പിന്നെ അവിടെ കോടതി അലക്ഷ്യമാവാൻ പാടില്ല. ഒരു വിളി ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മാരിഫത്തിന്റെ എന്റെ ഇഹ്സാൻ അങ്ങേയറ്റത്തെ പടിയിലേക്ക് എത്തിക്കാനാണ്. എന്നിട്ട് പിന്നെ അത് മുറിയുന്ന പ്രവർത്തനം എന്നിലുണ്ടായാൽ അത് അതിനേക്കാൾ തായോട്ടങ്ങ് പോയി പോവും. ഉയരത്തിൽ നിന്ന് വീഴുമ്പോ ആയം കൂടും. അല്ലാഹു തആല അവിടുത്തെ സദാ നോട്ടത്തിൽ നമ്മളെ ആക്കി തരുമാറാവട്ടെ. നമ്മൾ പച്ച സാധുക്കളാണെങ്കിലും എത്ര ദോഷങ്ങളാണെങ്കിലും നമ്മെ നിയന്ത്രിക്കാൻ മതിയായവരെയാണ് നാം വിളിക്കുന്നത്. ആ മതിയായത് എന്ന് നമ്മൾ അനുഭവിച്ച ഈ നൂറ്റാണ്ടിൽ നാം അനുഭവിച്ച ആയിരക്കണക്കിന് മുരീദന്മാരെ നിയന്ത്രിച്ച വലിയൊരു ഭാഗ്യം നൽകിയ ആ ശൈഖുനയുടെ മുറാദുകളായ മുരീദുകളാണ് നാം എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ അവസാനം വരെ നിലനിൽക്കൊള്ളാൻ അല്ലാഹു നമുക്കും മക്കൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.